എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കുമായി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത് സ്കൂളോ കോമ്പിനേഷനോ മാറുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും അതുപോലെ ഏത് സ്കൂളിൽ എത്രാമത്തെ ഓപ്ഷൻ, ഏത് ഓപ്ഷനിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കാണാൻ സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നും അതുപോലെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാത്തത് കാരണം ഈ ഒരു അലോട്ട്മെൻറ്റിന് പരിഗണിച്ചിട്ടില്ല എന്നും കാണാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ നൽകിയ ശേഷം നിങ്ങൾക്ക് പിന്നീട് ഏറ്റവും അടിയിലായിട്ട് ഇതുപോലൊരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരുന്നു നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ ഒരു ട്രാൻസ്ഫറിന് പരിഗണിക്കുക. നിങ്ങൾ സ്വന്തമായിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഇവിടെ അതായത് ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫൈനൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതോടുകൂടി മാത്രമാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു അപേക്ഷ പൂർത്തിയാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിന് പരിഗണിച്ചിട്ടില്ല, അതായത് യുവർ ആപ്ലിക്കേഷൻ ഹാസ് നോട്ട് കൺഫേംഡ് ഹെൻസ് യുവർ ആപ്ലിക്കേഷൻ നോട്ട് കൺസിഡേർഡ് ഫോർ ദിസ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് മാത്രമായിരുന്നു അവിടെ ഇപ്പോൾ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളതെങ്കിൽ അതാണ് അതിനുള്ള ഒരു റീസൺ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ട് ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അത് ലോഗിൻ ചെയ്ത ശേഷം കാണുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം റാങ്ക് ഡീറ്റെയിൽസിലും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. നിങ്ങളുടെ റാങ്ക് എത്രയായിരുന്നു, അവിടെ എത്രയാണ് സീറ്റ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയെങ്കിൽ നിങ്ങൾക്കിവിടെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ വഴി പുതുതായിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ജില്ലയിലേക്കായിരുന്നു അപ്ലൈ ചെയ്തത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്ത് കിട്ടുന്നതായാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ പഠിക്കുന്ന ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം നിങ്ങൾക്ക് അവിടെ പുതുതായിട്ട് അഡ്മിഷൻ തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക്, അതായത് ഒരു ഉദാഹരണത്തിന് ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ അല്ലെങ്കിൽ കൊമേഴ്സിൽ നിന്ന് ബയോളജി സയൻസിലേക്കോ ആണ് കിട്ടുന്നതെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഏകദേശം ഒരു 150 മുതൽ ഏകദേശം ഒരു 200 രൂപ വരെ എക്സ്ട്രാ ആയിട്ട് ഫീസ് വരുന്നതാണ്. അത് നിങ്ങൾ തിങ്കളാഴ്ച സ്കൂളിൽ പോകുന്ന സമയത്ത് അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടുന്നത്, അതായത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് കോമ്പിനേഷൻ മാറാതെയാണ് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ തിരികെ തരും. അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് തിരിച്ചു തരില്ല, അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു തരുന്നതാണ്. നിങ്ങൾ പുതുതായിട്ട് ഉള്ള സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം സ്കൂളിൽ ഫീസ് അടച്ചപ്പോൾ, അതായത് അഡ്മിഷൻ ഫീസ് അടച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ റെസിപ്റ്റ് വിദ്യാർത്ഥികൾ അതായത് പുതുതായിട്ട് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ പോയിട്ട് കൊടുക്കണം. അതായത് നിങ്ങളിപ്പോൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്കൊരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഡോക്യുമെൻറ്റുകളൊക്കെ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് തിരിച്ചു തരും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ പുതിയ സ്കൂളിൽ PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു കോമ്പിനേഷനിലേക്കാണ് വിദ്യാർത്ഥികൾക്ക്, അതായത് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു കോമ്പിനേഷനിലേക്കാണ് കിട്ടിയത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ നിലവിൽ ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസാണ് പഠിച്ചിരുന്നത്, അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ
കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ ബയോളജി സയൻസിലേക്കോ ആണ് കിട്ടിയത്, അല്ലെങ്കിൽ കൊമേഴ്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ ആണ് കിട്ടിയത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ബയോളജി സയൻസിലേക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഹയർ ഓപ്ഷനിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എക്സ്ട്രാ ഫീസും അതുപോലെ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും അതുപോലെ ഓൾറെഡി മുൻ സ്കൂളിൽ അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാകും, ആ റെസിപ്റ്റും അതുപോലെ തന്നെ PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവയും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പുതുതായിട്ട് ട്രാൻസ്ഫർ ഏത് സ്കൂളിലേക്കാണ് അല്ലെങ്കിൽ കോഴ്സിലേക്കാണ് മാറ്റം ലഭിച്ചത്, അതിനനുസരിച്ച് എങ്ങനെയാണ് മാറ്റം ലഭിച്ചത് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച സീറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ കിട്ടിയ ട്രാൻസ്ഫർ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കിട്ടിയ ട്രാൻസ്ഫർ എവിടെയാണോ കിട്ടിയത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് ട്രാൻസ്ഫറിന് എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യണോ എന്നുള്ളത്. അത് പ്രത്യേകിച്ച് നിർബന്ധമല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ തന്നെ അതിനുശേഷം കൺഫേം ചെയ്യുന്നത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. അതുകൂടി പ്രത്യേകം ആ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റുന്നതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.